നമസ്കാരം, ഫൈറ്റർ മെക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു LED പ്രൊജക്ടറാണ്. ആൻഡ് എക്സ്പോർട്സ് എന്ന ബ്രാൻഡിന്റെ വ്യൂ 611 എന്ന മോഡൽ പ്രൊജക്ടറാണ് പരിചയപ്പെടുത്തുന്നത്. കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളവർക്കൊക്കെ സ്യൂട്ട് ആവുന്ന ഒരു പ്രൊജക്ടറാണിത്. ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. നമുക്കിതിൻ്റെ സ്പെക്കൊക്കെ ഒന്ന് നോക്കാം. മോഡൽ നമ്പർ വരുന്നത് വ്യൂ 611 എന്ന മോഡലാണ്. ആൻഡ്രോയിഡ് 12ലാണ് വർക്ക് ചെയ്യുന്നത്. 2GB റാമും 16GB റോമും ഇതിനകത്തുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1920x1080p. ഫോക്കസ് മോഡ് മാനുവലാണ്. ബ്രൈറ്റ്നസ് 4000 ലൂമൻസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും LED പ്രൊജക്ടർ ആയതുകൊണ്ട് നമുക്ക് അത്രയൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. 5 വാട്ടിൻ്റെ ഒരു സ്പീക്കർ ഉണ്ട് ഇതിനകത്ത്. 135 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 30 ഇഞ്ച് മുതൽ 120 ഇഞ്ച് വരെ നമുക്കിതിൻ്റെ സ്ക്രീൻ സൈസ് എടുക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന MP4, 3GP, MPEG, MKV, AV, FLV ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യും. ഓഡിയോ ഫോർമാറ്റ് വർക്ക് ചെയ്യുന്ന MP3, WMA, OGG, ACK, FLAC, വേവ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇമേജ് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് BMP, JPG, GIF, PNG എല്ലാം വർക്ക് ചെയ്യും. ഔട്ട്പുട്ട് HDMI, USB വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ഇയർഫോൺ ജാക്ക് വരുന്നുണ്ട്. കീസ്റ്റോൺ കറക്ഷൻ, ഇലക്ട്രോണിക് കീസ്റ്റോൺ കറക്ഷനാണ് വരുന്നത്. വയർലെസ് റിമോട്ടാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. HDMI, USB, ഓക്സ് എല്ലാം വരുന്നുണ്ട് പോർട്ടുകളായിട്ട്. ബോക്സിനകത്ത് പ്രൊജക്ടർ, റിമോട്ട്, മാനുവൽ, HDMI കേബിൾ, പവർ കേബിൾ, അതുപോലെ 120 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കൂടെ സ്ക്രീൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ മുകളിലായി തന്നെ മാനുവൽ ഇരിക്കുന്നുണ്ട്. കവറിനകത്ത് മാനുവലും അതുപോലെ തന്നെ വാറണ്ടി കാർഡും, അതുപോലെ തന്നെ നമ്മൾ ടേബിളിലാണ് വെക്കുന്നതെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂ കൂടെ കൊടുത്തിട്ടുണ്ട്. മോശമല്ലാത്ത ഒരു HDMI കേബിളാണ് കൂടെ വരുന്നത്. ഒരു ഹൈ ക്വാളിറ്റി എന്നൊന്നും നമുക്കിതിനെ പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പവർ കോഡും നല്ല ഹൈ ക്വാളിറ്റി എന്നൊന്നും നമുക്കിതിനെ പറയാൻ സാധിക്കില്ല. മോശമല്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ഹൈ ക്വാളിറ്റി റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഈ ഒരു പ്രൊജക്ടറിൻ്റെ കൂടെ സ്ക്രീൻ കൂടെ വരുന്നുണ്ട്. 120 ഇഞ്ച് സ്ക്രീനാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ക്ലോത്ത് ആണ്. ഇനി നമുക്ക് പ്രൊജക്ടർ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. നല്ലൊരു സ്റ്റൈലിഷ് പ്രൊജക്ടർ തന്നെയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. മുകൾ കോർണറായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ലെൻസ്, റിമോട്ട് സെൻസർ, പുറകിലായിട്ട് 5 വാട്ടിൻ്റെ ഒരു സ്പീക്കർ ഉണ്ട്. HDMI ഇൻപുട്ട് ഉണ്ട്. USB 3.5mm ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിമോട്ടിൻ്റെ സെൻസർ വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് എയർ വെൻറ്റ് വരുന്നുണ്ട്. സൈഡിലായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീ കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറിൻ്റെ താഴേക്ക് വന്നാൽ പ്രൊജക്ടറിൻ്റെ മൗണ്ട് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്കിതിൻ്റെ ടേബിളിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുന്ന മുമ്പായി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ നമുക്ക് പ്രൊജക്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പവർ കൊടുക്കാം. നമുക്ക് എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് നോക്കാം. ഓണായി വരുന്നുണ്ട്. ഫോക്കസ് ഔട്ടാണ്. നമുക്ക് ഫോക്കസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 150 ഇഞ്ച് സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 150 ഇഞ്ച് സ്ക്രീൻ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ കിട്ടണമെങ്കിൽ മിനിമം ഒരു 6 മീറ്ററെങ്കിലും പുറകിലോട്ട് വെക്കേണ്ടി വരും. ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 100 ഇഞ്ചാണ് നമുക്കിപ്പോൾ സൈസ് കിട്ടില്ല. ഏകദേശം ഒരു 4 മീറ്റർ അകലത്തിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെറ്റിങ്സിൽ കയറി നമുക്ക് കീ സ്റ്റോണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമ്മൾ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കീ സ്റ്റോൺ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കീ സ്റ്റോൺ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. വൈഫൈ ഞാൻ ആൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. യൂട്യൂബ് ചെറിയൊരു സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം. യൂട്യൂബ് ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. റെസൊല്യൂഷൻ കുറച്ച് കൂട്ടി നോക്കാം. காந்தி நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு. வீட்டுக்கு டைமுக்கு வரதில்லை. 1080p இட்டு നോക്കാം.
മോശമല്ലാത്തൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു പ്രൊജക്ടർ തരുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. മോശമല്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്ക്രീൻ കാണുന്നുണ്ട്. നമുക്കിതിൻ്റെ കൂടെ വന്ന സ്ക്രീൻ കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്ക്രീന്. ക്ലോത്താണിത് മെറ്റീരിയൽ. ഇതിൻ്റെ കൂടെ വാളിൽ ഹുക്ക് ചെയ്യാനുള്ള ഹുക്ക് കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഹുക്കൊന്നും നമ്മൾ വെക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ക്ലോത്ത് നമുക്കൊന്ന് നമ്മുടെ സ്ക്രീനിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്രീനൊന്ന് ഫിക്സ് ചെയ്തതാണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഈ സൈഡിലുള്ളത് ഫിക്സഡ് സ്ക്രീനാണ്. സെൻറ്ററിൽ വരുന്ന ഈ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്ക്രീന്. പിക്ചർ ക്വാളിറ്റിയിൽ വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല. മോശമല്ലാത്ത ഒരു സ്ക്രീൻ തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് കുറഞ്ഞ പ്രൊജക്ടർ നോക്കുന്നവർക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണിത്. ഒരു 100 ഇഞ്ച് 120 ഇഞ്ച് സ്ക്രീനൊക്കെ ഏറ്റവും മാച്ചായിട്ടുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണിത്. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതൊരു SSD ഹാർഡ് ഡിസ്ക് അല്ല, പഴയ ടൈപ്പ് ഹാർഡ് ഡിസ്ക് ആണ്. പഴയ ടൈപ്പ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹാർഡ് ഡിസ്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കൊരു മൂവി പ്ലേ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂവി സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അഞ്ച് വാട്ട്സ് മാത്രമേ ഇതിൻ്റെ സ്പീക്കർ ഉള്ളൂ എങ്കിലും അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. നല്ല ബേസുള്ള ഒരു ശബ്ദം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രൊജക്ടറിൻ്റെ വിശേഷങ്ങൾ. വളരെ നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രൊജക്ടർ തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു 15,000 രൂപ 16,000 രൂപയൊക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് സൂട്ടായിട്ടുള്ള ഒരു പ്രൊജക്ടറാണിത്. നല്ലൊരു ഹൈ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി ഒന്നും ഇത് തരുന്നില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് യൂട്യൂബും മൂവിയൊക്കെ പ്ലേ ചെയ്യിക്കാവുന്നതാണ്. ആൻഡ് എസ്പോർട്സ് എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു LED പ്രൊജക്ടറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.